എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ നമ്മൾ ഓരോ ദിവസവും ചെറുതും വലുതുമായ അനേകം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ട്. ഒരു കമ്പ്യൂട്ടർ ഹാങ് ആകുന്നത് മുതൽ ഒരു പ്രൊജക്റ്റ് സമയബന്ധിതമായി തീർക്കാൻ കഴിയാത്തത് വരെ, വ്യക്തിബന്ധങ്ങളിലെ സങ്കീർണതകൾ വരെ പ്രശ്നങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ ഈ പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെ സമീപിക്കുന്നു എന്നതിലാണ് നമ്മുടെ വിജയവും പരാജയവും നിശ്ചയിക്കപ്പെടുന്നത്. പലപ്പോഴും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അറിയാതെ ചില സാധാരണ തെറ്റുകൾ വരുത്താറുണ്ട്. ഈ തെറ്റുകൾ നമ്മുടെ പ്രയത്നങ്ങളെ വിഫലമാക്കുകയും കൂടുതൽ നിരാശയിലേക്ക് നയിക്കുകയും ചെയ്യും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രശ്നപരിഹാരത്തിൽ നമ്മൾ സാധാരണയായി വരുത്തുന്ന 6 പ്രധാന തെറ്റുകളെക്കുറിച്ചും അവ എങ്ങനെ ഒഴിവാക്കാമെന്നുമാണ്. നിങ്ങളൊരു വിദ്യാർത്ഥിയാകട്ടെ, ഒരു പ്രൊഫഷണൽ ആകട്ടെ, വീട്ടമ്മയാകട്ടെ, അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനാകട്ടെ, അല്ലെങ്കിൽ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണെങ്കിലും ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരും. പ്രശ്നങ്ങളെ കൂടുതൽ വ്യക്തതയോടെ കാണാനും ഫലപ്രദമായി പരിഹാരങ്ങൾ കണ്ടെത്താനും ഇത് നിങ്ങളെ സഹായിക്കും. പ്രശ്നപരിഹാരത്തിൻ്റെ ആദ്യപടിയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒന്നാണ് പ്രശ്നം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുക എന്നത്. പലപ്പോഴും നമ്മൾ തിടുക്കപ്പെട്ട് പരിഹാരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുകയും യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് തിരിച്ചറിയാതെ പോവുകയും ചെയ്യുന്നു. ഇത് വെള്ളം കുടിക്കാൻ ദാഹിച്ചിട്ട് കണ്ണാടിയിൽ സ്വന്തം പ്രതിബിംബം കണ്ട് കുടിക്കാനായി കൈനീട്ടുന്നതിന് തുല്യമാണെന്ന് പറയാം. ഒരു പ്രശ്നം എന്ന് നമ്മൾ പറയുമ്പോൾ പലപ്പോഴും അതിൻ്റെ ലക്ഷണങ്ങളെയാണ് നമ്മൾ പ്രശ്നമായി തെറ്റിദ്ധരിക്കുന്നത്. ഉദാഹരണത്തിന്, ഒരു കമ്പനിയിൽ വിൽപ്പന കുറയുന്നു എന്ന് കരുതുക. വിൽപ്പന കുറയുന്നത് ഒരു ലക്ഷണമാണ്. യഥാർത്ഥ പ്രശ്നം ഉൽപ്പന്നത്തിൻ്റെ ഗുണനിലവാരമില്ലായ്മയാകാം, മാർക്കറ്റിങ്ങിലെ പോരായ്മയാകാം, അല്ലെങ്കിൽ ജീവനക്കാരുടെ മോട്ടിവേഷൻ കുറഞ്ഞതാകാം. യഥാർത്ഥ കാരണത്തെ തിരിച്ചറിയാതെ കേവലം വില കുറച്ചാൽ മാത്രം പ്രശ്നം പരിഹരിക്കപ്പെടില്ല. എന്താണ് സംഭവിച്ചത്, എപ്പോൾ, എവിടെ, ആരെയാണ് ഇത് ബാധിക്കുന്നത്, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ച് പ്രശ്നത്തെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുക. പ്രശ്നം ഒരു വാക്യത്തിൽ എഴുതാൻ ശ്രമിക്കുക. ഇത് നിങ്ങൾക്ക് വ്യക്തത നൽകും. പ്രശ്നത്തിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ ശ്രമിക്കുക. എന്തുകൊണ്ട് എന്ന് തുടർച്ചയായി ചോദിച്ച് ആഴങ്ങളിലേക്ക് പോവുക. പ്രശ്നം തിരിച്ചറിഞ്ഞാൽ അടുത്ത ഘട്ടം വിവരശേഖരണമാണ്. ആവശ്യമായ വിവരങ്ങൾ ഇല്ലാതെ തിടുക്കപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുന്നത് പലപ്പോഴും വിപരീത ഫലങ്ങൾ നൽകും. നമുക്ക് മുന്നിൽ കാണുന്ന വിവരങ്ങൾ മാത്രം അടിസ്ഥാനമാക്കി തീരുമാനമെടുക്കുന്നത് ഒരു വലിയ തെറ്റാണ്. ഡേറ്റ എന്നത് ഇന്നത്തെ ലോകത്ത് ഏറ്റവും വിലപ്പെട്ട ഒന്നാണ്. ഒരു പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ശേഖരിക്കേണ്ടത് അത്യാവശ്യമാണ്. വ്യക്തിപരമായ മുൻധാരണകൾ, ഊഹങ്ങൾ അല്ലെങ്കിൽ ഭാഗികമായ വിവരങ്ങൾ എന്നിവയെ മാത്രം ആശ്രയിച്ച് തീരുമാനമെടുക്കുന്നത് വലിയ തെറ്റുകളിലേക്ക് നയിക്കും. പ്രശ്നപരിഹാരത്തിൽ നമ്മൾ വരുത്തുന്ന ഒരു സാധാരണ തെറ്റാണ് ഒരു പരിഹാരത്തിൽ മാത്രം ഉറച്ചു നിൽക്കുക എന്നത്. ആദ്യമായി മനസ്സിൽ തോന്നുന്ന പരിഹാരം അല്ലെങ്കിൽ എപ്പോഴും ഉപയോഗിച്ചിരുന്ന പരിഹാരം ശരിയാകണം എന്നില്ല. ഈ മനോഭാവം പുതിയതും നൂതനമായ പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിന് തടസ്സമാകും. നമ്മുടെ തലച്ചോർ എളുപ്പവഴികൾ തേടുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ പരിചിതമായ കാര്യങ്ങളിലേക്ക് നമ്മൾ വേഗം തിരിയാറുണ്ട്. എന്നാൽ പലപ്പോഴും പ്രശ്നങ്ങൾക്ക് ഒന്നിലധികം പരിഹാരങ്ങളുണ്ടാകും. ചിലപ്പോൾ ഏറ്റവും ലളിതമായ പരിഹാരം പ്രവർത്തിച്ചെന്ന് വരില്ല. കൂടുതൽ സങ്കീർണമായ അല്ലെങ്കിൽ നൂതനമായ സമീപനം ആവശ്യമായി വന്നേക്കാം. ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നത് നമ്മുടെ ചിന്തകളെ പരിമിതപ്പെടുത്തും. ഒരു പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം കണ്ടെത്തുന്നത് എളുപ്പമാണ്. എന്നാൽ ആ പരിഹാരം ദീർഘകാലാടിസ്ഥാനത്തിൽ എന്ത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന് ചിന്തിക്കുന്നത് വളരെ പ്രധാനമാണ്. ഒരു പ്രശ്നം പരിഹരിക്കുമ്പോൾ മറ്റൊരു വലിയ പ്രശ്നം സൃഷ്ടിക്കുന്ന അവസ്ഥ ഒഴിവാക്കണം. ഒഴുകിപ്പോകുന്ന ഒരു പുഴയ്ക്ക് കുറുകെ ഒരു താൽക്കാലിക പാലം കെട്ടിയാൽ അത് തത്സമയം ഉപകാരപ്രദമാകും. എന്നാൽ ഒരു മഴ പെയ്യുമ്പോൾ ആ പാലം ഒലിച്ചു പോകും. ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുമ്പോൾ അത് ഭാവിയിൽ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തും, ആരെയൊക്കെ ഇത് ബാധിക്കും, എന്തൊക്കെ പുതിയ പ്രശ്നങ്ങൾക്ക് ഇത് വഴിവെക്കും എന്നെല്ലാം മുൻകൂട്ടി കാണാൻ ശ്രമിക്കണം. പരിസ്ഥിതിപരമായ പ്രത്യാഘാതങ്ങൾ, സാമൂഹിക പ്രത്യാഘാതങ്ങൾ, സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ എന്നിവയെല്ലാം പരിഗണിക്കേണ്ടതുണ്ട്. നമ്മൾ ഓരോരുത്തർക്കും വ്യക്തിപരമായ പക്ഷാപാതങ്ങളുണ്ട്. മുൻകാല അനുഭവങ്ങൾ, വിശ്വാസങ്ങൾ, ഇഷ്ടാനിഷ്ടങ്ങൾ എന്നിവയെല്ലാം നമ്മുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കും. പ്രശ്നപരിഹാരത്തിൽ ഈ പക്ഷാപാതങ്ങൾ കടന്നു വരുന്നത് നല്ല തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് നമ്മളെ തടയും. നമ്മുടെ തലച്ചോറ് വിവരങ്ങളെ വ്യാഖ്യാനിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ പക്ഷപാതങ്ങൾക്കനുസരിച്ചാണ് ചെയ്യുന്നത്. ഇതിനെയാണ് കോഗ്നിറ്റീവ് ബേസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, കൺഫർമേഷൻസ് ബയസ് എന്നത് നമുക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങളെ മാത്രം പിന്തുണയ്ക്കുന്ന വിവരങ്ങൾ തേടുകയും അല്ലാത്തവയെ അവഗണിക്കുകയും ചെയ്യുന്ന പ്രവണതയാണ്. ഇത് പ്രശ്നത്തെ തെറ്റായി മനസ്സിലാക്കാനും തെറ്റായ പരിഹാരങ്ങളിലേക്ക് എത്താനും ഇടയാക്കും. ഒരു പരിഹാരം കണ്ടെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ജോലി കഴിഞ്ഞു എന്ന് കരുതുന്നത് ഒരു വലിയ തെറ്റാണ്. പരിഹാരം വിജയകരമായി നടപ്പിലാക്കുക എന്നത് അത്രത്തോളം പ്രധാനമാണ്. അതുപോലെ നടപ്പിലാക്കിയ പരിഹാരം ഉദ്ദേശിച്ച ഫലം നൽകുന്നുണ്ടോ എന്ന് വിലയിരുത്തേണ്ടതും അത്യാവശ്യമാണ്.
ലോകത്തിലെ ഏറ്റവും മികച്ച പരിഹാരം പോലും ശരിയായി നടപ്പിലായില്ലെങ്കിൽ പരാജയപ്പെടും. നടപ്പിലാക്കൽ ഒരു തുടർച്ചയായ പ്രക്രിയയാണ്. അതിന് നിരീക്ഷണം, ക്രമീകരണങ്ങൾ, ആവശ്യമെങ്കിൽ മാറ്റങ്ങൾ വരുത്തൽ എന്നിവയെല്ലാം ആവശ്യമാണ്. അതുപോലെ ഒരു പരിഹാരം എത്രത്തോളം ഫലപ്രദമായിരുന്നുവെന്ന് അറിയാൻ കൃത്യമായൊരു വിലയിരുത്തൽ സംവിധാനം വേണം. ലക്ഷ്യങ്ങൾ കൈവരിച്ചോ, പുതിയ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉടലെടുത്തോ, കൂടുതൽ മെച്ചപ്പെടുത്തലുകൾ ആവശ്യമുണ്ടോ എന്നെല്ലാം മനസ്സിലാക്കണം. പ്രശ്നങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അവയെ ഒഴിവാക്കാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ പ്രശ്നങ്ങളെ എങ്ങനെ സമീപിക്കണം, എങ്ങനെ ഫലപ്രദമായി പരിഹരിക്കണം എന്ന് പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുത്തും. നമ്മളിന്ന് ചർച്ച ചെയ്ത ഈ 6 തെറ്റുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസത്തോടെയും വ്യക്തതയോടെയും ഏത് പ്രശ്നത്തെയും നേരിടാൻ സാധിക്കും. ഓർക്കുക, ഓരോ പ്രശ്നവും ഒരു പുതിയ അവസരമാണ്. പുതിയ പാഠങ്ങൾ പഠിക്കാനും കൂടുതൽ ശക്തരാകാനുമുള്ള ഒരു അവസരം. ഈ അറിവ് നിങ്ങളുടെ പ്രശ്നപരിഹാര കഴിവുകളെ മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു.